നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരിതന്ത്രി. ഇന്നത്തെ പകൽ നമ്മളെ ഏറെ സങ്കടത്തിലാഴ്ത്തിയ ഒരു പകലായിരുന്നു. അഹമ്മദാബാദിൽ ഉണ്ടായ വിമാന ദുരന്തം. ശരിക്കും 242ഓളം പേർ സഞ്ചരിച്ച ഒരു വിമാനം പെട്ടെന്ന് ഒരു ദുരിതത്തിലേക്ക് ആണ്ടുപോകുന്നു. 229 യാത്രക്കാരും 12 ജീവനക്കാരും അഗ്നിയിലേക്ക് ലയിച്ചു മാറുന്നു. ജഗദീശ്വരൻ ഒരാളെ മാത്രം ജീവനോടെ പുറത്തേക്ക് വിടുന്നു. ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെയായി മറ്റൊരു ദേശത്തേക്ക് പോയ നമ്മുടെ സഹോദരങ്ങൾ, അതുപോലെ സ്വന്തം ദേശത്തെത്തി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കാണാൻ വേണ്ടി പോയ നമ്മുടെ സഹോദരങ്ങൾ, ഇവരൊക്കെയും ഒരു അഗ്നിഗോളമായി മാറി. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രപഞ്ചം പല വിപത്തുക്കളും നമ്മൾക്ക് തരും. അത് പ്രകൃതി ദുരന്തമാകാം, ഇതുപോലുള്ള സംഗതികളാവാം. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശരിക്കും വളരെ വ്യത്യസ്തമായ ഒരു തരത്തിലുള്ള ഒരു രീതിയാണ്. വിമാനത്തിൻ്റെ തകരാറ് മൂലം സംഭവിച്ച ഒരു സംഗതിയല്ല ഇത്. ശരിക്കും ഇന്നത്തെ ഗ്രഹസ്ഥിതി അംശകം, ദ്രേക്കോണം സപ്താംശം ഇത്യാദി സംഗതികൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ എന്തോ ഒരു നിഗൂഢത നടന്നിട്ടുണ്ട്, ഉറപ്പാണ്. നമ്മളുടെ തൊട്ടടുത്ത ദേശത്തു നിന്നും പോയ ഒരു സഹോദരി, ഒമാനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുട്ടി, അതിലും മെച്ചപ്പെട്ട ശമ്പളവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കിട്ടും എന്നുള്ള ചിന്തയിലും സ്വന്തം മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെയുള്ള ചിന്തയിൽ മറ്റൊരു ദേശത്തേക്ക് പോയ ഒരു കുഞ്ഞ്, ആ കുട്ടിയും ഇതിൽ മരണമടഞ്ഞു. നമ്മൾ ഓരോ വ്യക്തികളിലും ചില സമയങ്ങളിൽ വന്നു ഭവിക്കുന്ന ചില ദുരിതങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തള്ളി നീക്കിയെന്ന് പോകുന്നു. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, 2024 2025 പറ്റി പ്രവചിച്ചപ്പോൾ രാജ്യത്തോടും അന്തരീക്ഷത്തിലൂടെയും ജലമാർഗത്തിലൂടെയും ഒക്കെ വരുന്ന വിപത്തുക്കൾ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ രാജ്യത്തോടും അന്തരീക്ഷത്തിലൂടെയും ജലത്തിലൂടെയും ഒക്കെ ഏറെ വിപത്തുക്കൾ നമ്മളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. 2025 ജനുവരി തുടങ്ങുന്നത് തന്നെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതക വാർത്തയോടുകൂടിയാണ്. അന്ന് മുതൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇന്ന് വരെയും ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഇത് മാത്രമാണ് നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യം. ഈ നടന്നിരിക്കുന്ന വിമാന അപകടം ശരിക്കും ഒരു നിഗൂഢമായ നീക്കത്തിലൂടെ വന്നു ഭവിച്ച ഒരു വസ്തുതയാണ്. ഇതിൻ്റെ അന്വേഷണത്തിലൂടെ നമുക്ക് അത് അറിയാനും കഴിയും. ശരിക്കും മുൻപും വിമാന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കേട്ടതുമാണ്. കാലിക്കറ്റിൽ വിമാന അപകടം ഉണ്ടായി, 12ഓളം ആൾക്കാർ അന്ന് മരിച്ചു. ബാംഗ്ലൂരിൽ വിമാന അപകടം ഉണ്ടായി, 150ഓളം ആൾക്കാർ അന്ന് മരിച്ചു. അതിൽ ഒക്കെ ഉപരി ഇന്ന് നടന്ന ഈ അപകടം പല കാര്യങ്ങളെയും വിളിച്ചറിയിക്കുന്ന ഒരു അപകടമാണ്.
നമ്മൾ ചിന്തിക്കുക, നമ്മൾ അറിയാൻ ശ്രമിക്കുക. അതാണ് വേണ്ടുന്നത്. ഇന്ന് അഹമ്മദാബാദ് ദുരന്തത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ എല്ലാവരുടെയും ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏവർക്കും കൂട്ടായി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.